Welcome back to online class of our Higher Secondary School. Myself, Ashraf Ali, Department of Physics. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സുകളായിട്ട് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, യൂണിറ്റ്, ഡയമെൻഷൻ, electric energy due to a point charge, electric energy due to electric dipole along the axial line, along the equatorial line. ഇത്രയും കഴിഞ്ഞ കുറെ ക്ലാസ്സുകളായിട്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞതാണ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ രണ്ട് കൺസെപ്റ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ electric field lines, electric lines of force. What is meant by electric field lines or electric lines of force? The concept of electric field lines was first explained by Michael Faraday, who explained the concept of lines of force. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? നേരത്തെ നമ്മളൊരു സൂചന നൽകിയിട്ടുണ്ട്. കൂളോംസ് ലോ പറഞ്ഞ സമയത്ത് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ മീഡിയം ടു പെർമിറ്റ് ദ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നൊരു കാര്യം നേരത്തെ പറഞ്ഞു പോന്നിരുന്നു നമ്മൾ. ആ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കിയിരിക്കുന്നതും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി തീരുമാനിക്കുന്നതും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ തീരുമാനിക്കുന്നതും ആക്ച്വലി ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത്? വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്? അതാണ് ആദ്യമായി ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫീൽഡില് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രീ ആയി മൂവ് ചെയ്യത്തക്കവിധം അലോ ചെയ്യുകയാണെങ്കിൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ത് പാത്ത് ഫോളോ ചെയ്യുമോ, പാത്ത് ഈസ് കോൾഡ് ലൈൻ ഓഫ് ഫോഴ്സ്. ഒരു ഇലക്ട്രിക് ഫീൽഡില് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഫ്രീ ആയി മൂവ് ചെയ്യത്തക്ക വിധം അലോ ചെയ്യുകയാണെങ്കിൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ത് പാത്ത് ഫോളോ ചെയ്യുമോ ദാറ്റ് പാത്ത് ഈസ് കോൾഡ് ലൈൻ ഓഫ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഈസ് an imaginary path through which a unit positive charge would move if it is free to do so. An electric line of force is an imaginary path through which a unit positive charge would move if it is free to do so. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ തീരുമാനിക്കുന്നതും ഇന്റൻസിറ്റി അതിന്റെ മാഗ്നിറ്റ്യൂഡ് തീരുമാനിക്കുന്നതും ലൈൻ ഓഫ് ഫോഴ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻ ടേംസ് ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്? ഒരു റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യുന്നത്, ലൈൻസ് ഓഫ് ഫോഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്, ഒരു റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് പറയാൻ വേണ്ടി ആ പോയിന്റിന് ചുറ്റും ഒരു പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ആ പോയിന്റിന് ചുറ്റും ഒരു യൂണിറ്റ് ഏരിയ അസ്യൂം ചെയ്യും. യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ 1 SI യൂണിറ്റ് പറയുമ്പോൾ 1 മീറ്റർ സ്ക്വയർ, CGS പറഞ്ഞെങ്കിൽ 1 സെന്റിമീറ്റർ സ്ക്വയർ. നമ്മൾ SI കാര്യം പറയാം, 1 മീറ്റർ സ്ക്വയർ ഏരിയ ആ പോയിന്റ് ചുറ്റും അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ യൂണിറ്റ് ഏരിയയിലൂടെ പെർപെൻഡിക്കുലറായി പാസ് ചെയ്യുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ആകെ എണ്ണത്തെ പറഞ്ഞ പേരാണ് അവിടത്തെ ഇന്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് passing normally through unit area surrounding that point. Listen here. Electric field intensity at a point is total number of lines of force passing normally through unit area surrounding that point. Electric field intensity direction തീരുമാനിക്കുന്നതും lines of force ആണ്. എന്താ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ? ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. നോ, ഒരു പോസിറ്റീവ് ചാർജ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇറ്റ് ഈസ് റേഡിയലി ഔട്ട്വാർഡ്സ്. ഫോർ എ നെഗറ്റീവ് ചാർജ് ഇറ്റ് ഈസ് റേഡിയലി ഇൻവാർഡ്സ്. ആൻഡ് യു നോ
from positive to negative, it is electric intensity is always directed from positive to negative. We have seen all these things. Electrical intensity direction in terms of lines of force, how we can define it? Electrical intensity direction is, see, electrical intensity, the direction of electrical intensity at a point is the direction of the tangent drawn at that point on the field line. The direction of electrical intensity at a point is the direction of the tangent drawn at that point on the field intensity. The magnitude എന്ന് പറഞ്ഞാൽ it is the total number of lines of force passing normally through unit area surrounding that point. Direction of intensity at any point is the direction of the tangent drawn at that point on the field line. Electric field lines in the important properties നോക്കുന്നതിന് മുമ്പ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ വരക്കുന്നത്? ഒരു പോസിറ്റീവ് ചാർജിന്, ഒരു നെഗറ്റീവ് ചാർജിന്, ഒരു ഇലക്ട്രിക് ഡൈപോളിന് രണ്ട് പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ, രണ്ട് നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ, ഈ 5 കോണ്ടസ്റ്റില് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഹൗ ഇറ്റ് ഈസ് ഡയഗ്രമാറ്റിക് റെപ്രസെന്റഡ്. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. നമ്പർ 1, എ പോസിറ്റീവ് ചാർജ് പ്ലസ് ക്യൂ. ശ്രദ്ധിക്കുക, പ്ലസ് ക്യൂ. ഒരു പോസിറ്റീവ് ചാർജ് എടുത്തൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ട് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്, രണ്ടും തമ്മിലുണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവാം. ഇഫ് ദാറ്റ് ചാർജ് ഇസ് ഫ്രീ ടു മൂവ്, നിങ്ങൾക്കറിയാം അത് റേഡിയലി പുറത്തോട്ടാ പോകാം. സോ ഫോർ എ പോസിറ്റീവ് ചാർജ് lines of force will be radially outwards. For negative charge, number 2, for negative charge and plus minus q, ഒരു പോസിറ്റീവ് ചാർജിനെ ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ഫോഴ്സ്. സോ അത് അടുത്തേക്ക് വരാൻ ടെൻഡൻസി ഉണ്ടാവുക. സോ ലൈൻസ് ഓഫ് ദ ഡയറക്ഷൻ ഈസ് ഇൻവാർഡ്സ്. ഡയറക്ഷൻ മനസ്സിലാവും. ലൈൻസ് ഓഫ് ദ ഡയറക്ഷൻ ഈസ് ഫോർ എ നെഗറ്റീവ് ചാർജ് മൈനസ് q ചാർജ് എടുത്തോളം how it is represented. ഒരു ഇലക്ട്രിക് ഡൈപോൾ പ്ലസ് ക്യൂ മൈനസ് ക്യൂ. ഒരു ഡൈപോളിനെ സംബന്ധിച്ചോളം ഒരു യൂണിറ്റ് പോസ്റ്റ് ചാർജിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യത്തക്കതും അലോ ചെയ്യുകയാണെങ്കിൽ ആ യൂണിറ്റ് പോസ്റ്റ് ചാർജിന്റെ മോഷൻ എങ്ങനെയായിരിക്കും? അതാണ് ശരിക്കും അതിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ. സോ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് കർവ് പോകുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ദിസ് കർവ് പോസിറ്റീവിൽ നിന്ന് എമർജ് ചെയ്യുകയും നെഗറ്റീവിന്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്ന രൂപത്തിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഷേപ്പ്. രണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പ്ലസ് ക്യൂ പോസിറ്റീവ് ചാർജിൽ നിന്ന് അകന്നു പോകുന്നു ഈ പോസിറ്റീവ് ചാർജ്, മറ്റേ പോസിറ്റീവ് ചാർജിൽ നിന്നും അകന്നു പോകാൻ ടെൻഡൻസി ഉണ്ടാവുക. സോ ലൈൻസ് ഓഫ് ഫോഴ്സ് ശ്രദ്ധിക്കൂ, പ്ലസ് ക്യൂ ലൈൻസ് ഓഫ് ഫോഴ്സ് ഷേപ്പ്. സിമിലർലി മൈനസ് ക്യൂ രണ്ട് നെഗറ്റീവ് ചാർജ് വെൻ ദേ കം ക്ലോസർ, രണ്ട് നെഗറ്റീവ് ചാർജ് വെക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഈ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഷേപ്പ് നെഗറ്റീവിന്റെ അടുത്തോട്ട്, അവിടെ നെഗറ്റീവിന്റെ അടുത്തോട്ട് ലൈൻസ് ഓഫ് ദ ഷേപ്പ് യു ക്യാൻ സീ ദാറ്റ്. സോ how it is diagrammatically represented, you can see the picture diagrams, lines of force, how it is diagrammatically represented. Again, what are the important properties of lines of force? Lines of force and the important properties എന്തെല്ലാം? ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഈ ഡിഫൈൻ ചെയ്തപ്പോഴും അതിന്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ നമുക്ക് മനസ്സിലായി കാണും. ഒന്ന്, പ്രോപ്പർട്ടി നമ്പർ 1. ഒന്നാമത്തെ പ്രോപ്പർട്ടി, lines of force are always directed from positive to negative. They are directed from positive to negative. Number 2, ഇലക്ട്രിക് ഫീൽഡിനെ പോലെ തന്നെ ഉള്ളതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കാന്തത്തിന് ചുറ്റും അതിൻ്റെതായ ഫീൽഡ് ഉണ്ടാവും, കാന്തിക മണ്ഡലം മാഗ്നറ്റിക് ഫീൽഡ്. നോർത്ത് സൗത്തിലേക്കാണ് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. പുറത്ത് അതിന്റെ അകത്ത് സൗത്തിൽ നോർത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതായത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ക്ലോസ്ഡ് കർവ്. ഇലക്ട്രിക് ഫീൽഡ് പ്രത്യേകത അത് പോസിറ്റീവിൽ നിന്ന് ആരംഭിച്ച് നെഗറ്റീവിൽ അവസാനിക്കുക ചെയ്യാം. നമ്പർ 2, പ്രോപ്പർട്ടി നമ്പർ 2, ദേ ആർ നോട്ട് ക്ലോസ്ഡ് കർവ്സ്. അത് ക്ലോസ്ഡ് കർവേ അല്ല. നമ്പർ 3, രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് തമ്മിൽ മീറ്റ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു നോക്കൂ. രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് തമ്മിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ, ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ
2 ടാൻജന്റ് വരയ്ക്കാം നമുക്ക്. We can draw 2 tangents. ഡയറക്ഷണൽ ലുമിനസിറ്റി എന്ന് പറഞ്ഞ അർത്ഥം ടാൻജന്റിൽ വരയ്ക്കാൻ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റ് ഡയറക്ഷൻ. ഒരു വെക്ടറിന് ഒരു പോയിന്റിൽ 2 ഡയറക്ഷൻ അതൊരിക്കലും സംഭവിക്കാത്തതാണ്. എന്ന് പറഞ്ഞാല് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരിക്കലും മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഷുഡ് ഹാവ് 2 ഡയറക്ഷൻസ്. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. സോ പ്രോപ്പർട്ടി നമ്പർ 3, they will never intersect. Lines of force will never intersect. Number 4, നാലാമത്തെ പ്രോപ്പർട്ടി, ലൈൻസ് ഓഫ് ഫോഴ്സ് ക്ലോസ്ലി പാക്ട് ആക്കിയിരിക്കുക. ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ടേമിലെ ഇന്റൻസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് നേരത്തെ പറഞ്ഞു. ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് അവിടുത്തെ ഇന്റൻസിറ്റി. അപ്പോ ലൈൻസ് ഓഫ് ഫോഴ്സ് ക്ലോസ്ലി പാക്ട് ആണെങ്കിൽ ഇന്റൻസിറ്റി കൂടും, സെപ്പറേറ്റ്ലി പാക്ട് ആണെങ്കിൽ ഇന്റൻസിറ്റി കുറയും. Property number 4, the relative closeness of electric field lines determines electric field strength. Electric field strength തീരുമാനിക്കുന്നത് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പാക്കിംഗ് ആണ്. If it is closely packed, ലൈൻസ് ഓഫ് ഫോഴ്സ് അടുത്തടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തടുത്താവുള്ളതെങ്കിൽ അവിടെ ഇന്റൻസിറ്റി കൂടുതൽ. സെപ്പറേറ്റ്ലി ദൂരെയാണ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉള്ളതെങ്കിൽ ഉറപ്പ് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഇന്റൻസിറ്റി ഇലക്ട്രിക് ഇന്റൻസിറ്റി കുറവായിരിക്കും. The relative closeness of the electric lines of force decides electric field strength. And number 5, finally, lines of force ഒരു റീജിയനിൽ if they are parallel, ഏത് പോയിന്റ് എടുത്ത് നോക്കുകയാണെങ്കിലും അവിടുത്തെ ഇന്റൻസിറ്റി സെയിം ആയിരിക്കും. കാരണം യൂണിറ്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് പാരലൽ പോകണമെങ്കിൽ എവിടത്തെയും ഏത് ഏരിയയിലെയും ലൈൻസ് ഓഫ് രണ്ടും സെയിം ആയിരിക്കും. ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ പാരലൽ, electric intensity uniform ആയിരിക്കും, എല്ലാവരും സെയിം ആയിരിക്കും. Or in other words, in a uniform electric field, lines of force will be parallel. So, these are the important properties of lines of force. അപ്പോ നമ്മൾ എന്താണ് ലൈൻസ് ഓഫ് ഫോഴ്സ്, ലൈൻസ് ഓഫ് ഫോഴ്സ് ടേമിൽ എന്താണ് ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഡെഫിനിഷൻ, ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ, how it is diagrammatically represented, and what are the important properties of electric lines of force. ഇത്രയും നമ്മൾ so far explain ചെയ്ത്. Now we are going to see the concept electric flux. What is meant by electric flux? Phi. It is represented by phi. Electric flux phi. Electric field intensity in terms of electric flux. Electric flux in the unit dimensions. ഇലക്ട്രിക് ഫ്ലക്സിന്റെ വ്യക്തമായ ഡെഫിനിഷൻ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫ്ലക്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അടുത്ത ടോപ്പിക് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ടോപ്പിക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഗോസ് തിയറം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു ഫ്ലക്സ് എന്ന കൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ, ഒരു റീജിയനില് ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഒരു റീജിയനിൽ നമ്മൾ സർഫസ് വെച്ചു. എ സർഫസ് ഇസ് കെപ്റ്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ആ സർഫസിലൂടെ പെർപെൻഡിക്കുലറായി നോർമലി പാസ് ചെയ്യുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ആകെ എണ്ണത്തെ, സർഫസിന്റെ ഏരിയ എ ആവട്ടെ ആണെങ്കിൽ ആ സർഫസിലൂടെ നോർമലി പാസ് ചെയ്യുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ആകെ എണ്ണത്തെ പറഞ്ഞ പേരാണ് അവിടുത്തെ ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. Total number of lines of force passing normally through a surface is called electric flux phi. നേരത്തെ പറഞ്ഞു total number of lines of force passing normally through unit area is called electrical intensity. എങ്കിൽ ഒരു സർഫസിലെ ഫ്ലക്സ് ഫൈ ആ നോക്കി, ആ സർഫസിന്റെ ഏരിയ എ ആവട്ടെ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ആയി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് ഒരു ഡെഫിനിഷൻ വരുന്നു ഫ്ലക്സിന്റെ ടേമില്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ ഈസ് ടോട്ടൽ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണം, ഇ ഈസ് ഈക്വൽ ടു 5/8. ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് normally through unit area is called flux.
total lines of force passing normally through unit area is called electric field intensity. So electric field intensity is flux per area. That's why E is equal to phi by A. അതുകൊണ്ട് phi is equal to EA. Electric field intensity E into area. So the SI unit of electric flux ഉറപ്പ് Newton per coulomb. Electric field intensity ഉടേത് area meter square. So the SI unit of electric flux is Newton per coulomb meter square. Again, electric flux, how it is? ഒന്നുകൂടി അതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ പോകണം. പലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എക്സാമിന്. ഷോ ദാറ്റ് electric flux is the surface integral of electric field intensity. Surface integration of electric field intensity. For that, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. ഞാൻ കൺസിഡർ ചെയ്യുന്നു ഒരു സർഫസ് എസ് ഏരിയ ഉള്ള സർഫസ്. ടോട്ടൽ ഏരിയ ഈസ് എസ്. ഈ സർഫസ് വെച്ചിരിക്കുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈ ഉള്ള ഒരു മേഖലയിലാണ്, റീജിയനിലാണ് ഞാൻ ഈ സർഫസ് വെച്ചിരിക്കുന്നത്. സോ ദ ഡയറക്ഷൻ ഈസ് ഷോൺ. ഈ സർഫസിൽ മൊത്തം ഫ്ലക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം, മൊത്തം ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ വർഷം നമ്മൾ ഇന്റഗ്രേഷൻ പൊസിഷൻ പഠിച്ചതാണ്. ഒരു സ്മോൾ ഏരിയയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ശേഷം അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ടു കാൽക്കുലേറ്റ് ദ ഫ്ലക്സ് ഓഫ് ദ ഹോൾ സർഫസ്. സോ ഈ സർഫസിലെ സ്മോൾ ഏരിയ ഞാൻ അസ്യൂം ചെയ്യുന്നു DS, വെരി വെരി സ്മോൾ DS. ഇന്റഗ്രൽ DS എന്നാൽ ടോട്ടൽ ഏരിയസ് ആണ്. സോ സ്മോൾ ഏരിയ DS ഞാൻ അസ്യൂം ചെയ്യുന്നു സർഫസിലെ. ഏരിയ ഇസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. ഏരിയ വോളിയൊക്കെ സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലെല്ലാം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ഏരിയക്ക് വരക്കുന്ന നോർമൽ ഈസ് കൺസിഡർഡ് ആസ് വെക്റ്റർ. സോ ഏരിയ ഈസ് എ സ്കെലാർ, ബട്ട് ഇൻ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം നോർമൽ ഡ്രോൺ ടു ദി ഏരിയ ഈസ് കൺസിഡർഡ് ആസ് വെക്റ്റർ ക്വാണ്ടിറ്റി. സോ DS എന്ന ആ സർഫസിന് സ്മോൾ സർഫസ് ഞാൻ ചെയ്യുന്നു, നോർമൽ എടുക്കുന്നു. ഇറ്റ് ഈസ് വെക്റ്റർ DS. സോ വെക്റ്റർ DSഉം ഇയും തമ്മിലുണ്ടാകുന്ന ഒരു ആംഗിൾ ഉണ്ടാക്കി, ആംഗിൾ തീറ്റ. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റർ E ആൻഡ് വെക്റ്റർ DS. ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. Any vector can resolve to component vector solution E cos theta and E sin theta. So here electric field is resolved to component DS in direction E cos theta component ഒന്നു, E sin theta component. DS ന്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് E cos theta component. DS ന്റെ പ്രത്യേകത ആ സർഫസ് നോർമലാണ്. ആ നോർമലിലൂടെയാണ് ആക്ച്വലി E cos theta component വരുന്നത്. നോർമൽ കമ്പൗണ്ട് കൂടെയാണ് ലൈൻസ് ഓഫ് ഫോഴ്സ്, നോർമൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഫ്ലക്സിന്റെ ഡെഫിനേഷൻ ഇപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതി, ഫ്ലക്സ് phi is equal to E into A. ഇവിടെ നമ്മൾ ഈ സ്മോൾ ഏരിയ DS, ആ DS ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നോർമലി പാസ് ചെയ്യുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് മതി. ഈ സൈൻ തീറ്റ നോർമലി പാസ് ചെയ്യുന്ന ഫീൽഡ് അല്ല. അതുകൊണ്ട് ഈ സൈൻ തീറ്റ ഡയറക്ഷൻ എന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മളെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ആരെ കൂടെ ഉണ്ടാവുള്ളൂ? കോസ് തീറ്റ കമ്പൗണ്ട് കൂടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ ദ സ്മോൾ സർഫസ് DS ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫ്ലക്സ് ഓൺ ദ സർഫസ് DS d phi is equal to E cos theta into DS. ഈ ഇൻറ്റു ഏരിയ ആണ്, പക്ഷെ ഈ മുഴുവൻ ആവശ്യമില്ല, ഈ കോസ് തീറ്റ കഷ്ണം മതി. അതുകൊണ്ട് ഈ കോസ് തീറ്റ ഇൻറ്റു DS. ഞാൻ ഇക്വേഷൻ റിയറേഞ്ച് ചെയ്യുന്നു. ഇറ്റ് ഈസ് E DS cos theta is a vector quantity. DS is another vector quantity. AB cos theta. AB cos theta is A dot B. So d phi is equal to vector E dot DS. നമുക്ക് വേണ്ടത് സ്മോൾ സർഫസിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് അല്ല, മറിച്ച് ഈ മൊത്തം സർഫസ് ഉണ്ടാകുന്ന ഫ്ലക്സ് ആണ് വേണ്ടത്. സോ ടോട്ടൽ ഫ്ലക്സ് ഓവർ ദ ഹോൾ സർഫസ് can be calculated by integrating the equation. Total flux phi is equal to integral E dot DS. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി DS നമുക്കറിയാം
ഈ സ്മോൾ ഏരിയ അസ്യൂം ചെയ്ത് ടോട്ടൽ ഏരിയയിൽ കാര്യം കാൽക്കുലേറ്റ് ചെയ്താണ്. സോ ഒരു സ്മോൾ ലെങ്തിനൊരു കാര്യം പറഞ്ഞ് മൊത്തം ലെങ്തിലേക്ക് കാര്യം പറയുമ്പോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ ഇറ്റ് ഈസ് കോൾഡ് ലൈൻ ഇന്റഗ്രേഷൻ. ഒരു സ്മോൾ ഏരിയയിലേക്ക് കാര്യം പറഞ്ഞ് മൊത്തം ഏരിയയിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യും, ഇറ്റ് ഈസ് കോൾഡ് സർഫസ് ഇന്റഗ്രേഷൻ. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദി കൺക്ലൂഷൻ. Electric flux is the surface integral of electric field intensity. Electric flux phi is equal to integral E dot ds. Mathematical equation അത് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ electric flux is the surface integral of electric field intensity. So that's all the electric flux. Thank you.